മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറണം എന്ന നിർദ്ദേശവുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ അതിശക്തമായ മഴ തുടരുകയാണോ? ഈ ഏതാണ്ട് റോഡുകളൊക്കെ വെള്ളക്കെട്ടുകളായി മാറിയിട്ടുണ്ട്. വാഹനങ്ങൾ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് റോഡിലൂടെ പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ ശ്രീനാഥ്? ജി കെ, അതിരൂക്ഷ സാഹചര്യമാണ് മുംബൈയിലുള്ളത്. മുംബൈയിലെ റോഡുകളുടെ അവസ്ഥ നോക്കൂ. വാഹനങ്ങൾക്കൊക്കെ തന്നെ ആ ബൈക്ക് നോക്കൂ, ഏതാണ്ട് പാതിയിലധികം ബൈക്കൊക്കെ മുങ്ങിയ അവസ്ഥയിലാണ്. മാത്രമല്ല, ഞാനിപ്പോൾ ഉള്ളത് ഈ വക്കോള ഫ്ലൈ ഓവറിലാണ്. ഇവിടെ എത്തിയ പല വാഹനങ്ങളും ഇവിടെ നിന്ന് ഓഫായി പോയി, വണ്ടികൾ കേടുപാട് പറ്റി. അവിടെ ഒരു കാറ് നിന്നുപോയത് കാണാം. ഇപ്പുറത്ത് 2-3 കാറുകൾ ഓഫായി പോയതാണ്. പിന്നീട് അതിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. അതിനുള്ള നടപടികളും ഇവിടെ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഇതാ മറ്റൊരു വാഹനം ഇതുപോലെ തകരാറിലായി, ഈ വെള്ളക്കെട്ടിൽ പെട്ട് തകരാറിലായി കിടക്കുന്നുണ്ട്. മുംബൈയിലെ പല റോഡുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആ കാറിലുള്ള ആളോട് ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. दादा एक मिनट पूरा बंद हो गया गाड़ी? पूरा बंद हो गया। अच्छा, अभी क्या करने वाले? कुछ बोला पुलिस? नहीं, पुलिस वाले आ रहे हैं। बोला? हाँ, पीछे से ये गाड़ी ही नहीं उठा रहा है ना। हाँ, तो क्या പോലീസ് ഇപ്പോൾ എന്തെങ്കിലും സംവിധാനം ആക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഓട്ടോകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളക്കെട്ടിലെത്തി പൂർണ്ണമായി ഓഫായി പോകുന്നത്. അവരൊക്കെ തന്നെ പിന്നീട് ആളുകൾ ചേർന്ന് തള്ളി മാറ്റി എത്തിക്കേണ്ട അവസ്ഥയുണ്ട്. ഏതാണ്ട് മുട്ടറ്റം അല്ലെങ്കിൽ മുട്ടിന് മുകളിൽ വെള്ളം ഇവിടെ ഉണ്ട്. ബൈക്കുകളൊന്നും തന്നെ ആ തരത്തിൽ ഓടിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ തള്ളിക്കൊണ്ട ആളുകൾ പോകുന്ന കാഴ്ച കാണുന്നത്. ഗോപികൃഷ്ണൻ, ഈ 24 മണിക്കൂറിലൂടെ മുംബൈയിൽ മാത്രം 255 മില്ലിമീറ്ററിലധികം മഴ പെയ്തു എന്നതാണ് കണക്ക്. കഴിഞ്ഞ 8 മണിക്കൂറിലെ കണക്ക് കൂടി ഞാനൊന്ന് പരിശോധിച്ചു. ഏതാണ്ട് 180 മില്ലിമീറ്ററിലധികം മഴ കഴിഞ്ഞ 8 മണിക്കൂറിലൂടെ മുംബൈയിൽ പെയ്തിട്ടുമുണ്ട്. അതായത് അതിതീവ്ര മഴ മുംബൈയിൽ ലഭിക്കുന്നു. മുംബൈയിലെ മാത്രം സാഹചര്യമല്ല ഇത്. കാരണം മഹാരാഷ്ട്രയിൽ ആകെയുള്ള സംസ്ഥാന ജില്ലകളിൽ ഏതാണ്ട് 16 ജില്ലകളിലെങ്കിലും സ്ഥിതി മഴക്കെടുതി അതീവ രൂക്ഷമാണ് എന്നതാണ് കണക്ക്. മാത്രമല്ല, നാന്ദേഡിൽ സ്ഥിതി വളരെ ഗൗരവകരമാണ്. അവിടെ മേഘവിസ്ഫോടനം നടന്നു എന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ സൈന്യത്തിൻ്റെ സേവനം കൂടി എത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 65 അംഗ സൈന്യമാണ്, സേന ആണ് ഇവിടേക്ക് എത്തിയത്. ആ സേന ഇപ്പോൾ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ, രക്ഷാ ദൗത്യം അവിടെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 250-ലേറെ പേർ ഇതുപോലെ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നതാണ്. ഇതുപോലെയാണ് ഓട്ടോകളൊക്കെ ഇവിടെ എത്തി വെള്ളത്തിലിറങ്ങിയാൽ ഓഫായി പോകുന്ന അവസ്ഥയാണ് ഈ മുംബൈ നഗരത്തിലെ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടല്ലോ ഈ മഴയും വെള്ളക്കെട്ടുമൊക്കെ. സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? സ്വാഭാവികമായും ഇത് ഈ വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥ അറിയിപ്പുകളൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറെ കൂടി മുൻകരുതലുകളൊക്കെ ആവശ്യമാണല്ലോ അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, അടുത്ത 3 ദിവസമെങ്കിലും ഇതേ സ്ഥിതിയായിരിക്കും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസമായി അക്ഷരാർത്ഥത്തിൽ തോരാമഴ തന്നെയാണ് മുംബൈയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ സാഹചര്യം വിലയിരുത്തി റെഡ് അലേർട്ട് കൂടി പരിഗണിച്ചാണ് മുംബൈയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഒക്കെ തന്നെ, അത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങൾ പരമാവധി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പരമാവധി ഓഫീസുകൾ മുംബൈയിൽ അടഞ്ഞു കിടക്കുന്നു. സ്കൂളുകൾക്കും ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജി കെ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മുംബൈയിലെ കനത്ത മഴയിൽ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. മുംബൈ നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. വാഹനങ്ങൾ പോകാൻ പാടുപെടുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, വരുന്ന 2-3 ദിവസത്തേക്ക് കൂടി ഇതേ സാഹചര്യം നിലനിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളോട് വർക്ക് ഫ്രം ഹോം നൽകാൻ വേണ്ടി, ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകളോട് മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിശക്തമായ മഴ മുംബൈയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ 16 ജില്ലകളിൽ തുടരുകയാണ്. ഒരിടത്ത് മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന കാര്യം ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുംബൈയിലെ ജനജീവിതം അതിവേഗം മുന്നോട്ട് പോകുന്നതാണ് അവിടുത്തെ ദൈനംദിന ജീവിതം. പക്ഷേ അത് ഏതാണ്ട് ഒരു സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മഴയെ തുടർന്ന് മാറിയിട്ടുണ്ട്. ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.